ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഇതിനു മുമ്പ് താൻ മലയ്ക്ക് പോയത് തൻ്റെ മകനെയും കൊണ്ട് പോയപ്പോൾ കല്യാണിയോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ തന്നെ അവിടെ ആ കെട്ട് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ശരണം വിളിക്കുന്ന സമയത്ത് ആലോചിക്കുകയാണ്. അങ്ങനെ അവർ കെട്ട് നിറച്ച് പോകാൻ നിൽക്കുമ്പോൾ കല്യാണി അവരുടെ മുന്നിൽ വന്ന് പെടുകയാണ്. കല്യാണിയെ കണ്ട് ദുശകുനം പോലെ അവർ ഒന്നും പറയാതെ കണ്ണു തുറപ്പിച്ച് കാണിച്ച് പ്രകാശൻ അവിടെ നിന്നും പോകുന്നുണ്ട്. പക്ഷേ കയറി വന്ന കല്യാണിയെ അമ്മൂമ്മ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. എന്തായാലും ദീപ ആ സമയത്ത് തടയുന്നുണ്ട് അമ്മൂമ്മയെ. അപ്പോൾ അമ്മൂമ്മയാണെങ്കിൽ നേരെ ദീപയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ മോൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഇവൾക്കുള്ളത് കിട്ടൂടി എന്ന് പറയുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ പ്രകാശൻ തിരികെ വരികയാണ്. പ്രകാശനും മകനും കൂടി ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ വിക്രത്തിൻ്റെ തല പൊട്ടിയിട്ട് തലയ്ക്ക് ചുറ്റും ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് അമ്മമ്മ ചോദിക്കുകയാണ്, അയ്യോ എന്താ എൻ്റെ മോന് പറ്റിയത് എന്ന് ഓടിച്ചെന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയുകയാണ്, എൻ്റെ മോൻ മല കയറിയപ്പോൾ അവിടെ കാല് തെറ്റി ഒന്ന് വീണതാണ്, അങ്ങനെ തല മുറിഞ്ഞു എന്ന് പ്രകാശൻ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് വീഴാതിരിക്കുക എന്ന് പറഞ്ഞ്, എവിടെയാ അവളൊരു ദുശകനം പോലെ മുന്നിൽ വന്ന് പെട്ടതുകൊണ്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ്. അപ്പോൾ അകത്തുണ്ടടാ, അവൾ അകത്തുണ്ടടാ, ചെന്ന് അവളെ തല്ലിക്കൊല്ലടാ എന്നിങ്ങനെ അമ്മമ്മ പറയുകയും ചെയ്യുന്നുണ്ട് പ്രകാശനോട്. അങ്ങനെ പ്രകാശൻ അകത്ത് ചെന്ന് അവളെ വലിച്ചിഴച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് തല്ലാൻ നിൽക്കുന്ന സമയത്ത് ദീപ ഇടയിൽ വന്ന് കയറുകയാണ്. വേണ്ട, എൻ്റെ മോളൊന്നും ചെയ്യില്ല പ്രകാശേട്ടാ എന്ന് പറഞ്ഞ പ്രകാശിൻ്റെ കാലിൽ വീഴുകയാണ്. അപ്പോൾ അത് കണ്ട് പ്രകാശേട്ടൻ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ കല്യാണിയെ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാനൊന്നും ഇവളെ ചെയ്യുന്നില്ല, പക്ഷേ ഇവൾക്കുള്ള ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇന്നൊരു ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇവൾക്ക് കൊടുത്തു പോകരുത് എന്ന് ദീപയോട് പ്രകാശൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട്, ഒരു ദിവസമാക്കണ്ട, 1-2 ദിവസം തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. എന്തായാലും നീ പോയതിന് ശേഷം ഇവളെ ഞാൻ തല്ലാൻ വേണ്ടി പിടിച്ചപ്പോൾ ഇവളാണ് എന്നെ തടഞ്ഞത് എന്ന് ദീപയെ നോക്കി ഭാനുമതി അമ്മ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അവളെ കാരണം നോക്കി ഞാനൊന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ഇനി മേലാൽ എൻ്റെ മക്കൾ പോണ സമയത്ത് വന്ന് മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവളെ ഇങ്ങനെ വഴക്ക് പറയുകയാണ് നമ്മുടെ കല്യാണിയെയും ദീപയെയൊക്കെ. അങ്ങനെ ആ സമയം പ്രകാശൻ കണ്ണ് തുടയ്ക്കുകയാണ്. കണ്ണ് തുടയ്ക്കണ കാണുമ്പോൾ അവർക്ക് എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്തു പോയതാണ് എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ എന്തിനാ ഇപ്പോൾ ഓർക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കല്യാണി. അപ്പോൾ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ പ്രകാശേട്ടൻ എന്തിനാ ഇപ്പം അതൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും കെട്ട് നിറയ്ക്കാമെന്ന് അവിടുത്തെ ഗുരുസ്വാമി പറയുകയും അങ്ങനെ കെട്ട് നിറച്ച് എല്ലാവരും ശരണവിളിയോടുകൂടി കെട്ട് നിറച്ച് 2 പേരും കെട്ട് നിറച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ മല കയറാൻ അവർ 2 പേരും വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണി പറയുകയാണ്, അച്ഛന് നല്ല സങ്കടമുണ്ട്, എന്തായാലും അച്ഛൻ എന്താണ് അവിടെ ഇരുന്ന് ആലോചിച്ചതെന്ന് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന സംഭവങ്ങൾ, അതായത് തൻ്റെ അച്ഛനും വിക്രവും കൂടിയിട്ട് ഒരു നാള് മല സീസണിൽ മല കയറാൻ വേണ്ടി പോയപ്പോൾ എന്നെ കണി കണ്ടിട്ടാണ് പോയത്. ആ സമയം തിരികെ വന്നപ്പോൾ അവൻ്റെ തല മുറിഞ്ഞിരുന്നു. അന്ന് എനിക്ക് അമ്മയ്ക്ക് ഒരുപാട് വഴക്ക് കിട്ടിയിരുന്നു, അച്ഛൻ എന്നെ തല്ലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത്രയധികം ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ എന്നിങ്ങനെയൊക്കെ നമ്മുടെ ബൈജു ആയാലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് ജയിലിൽ. അപ്പോൾ ജയിലിലോട്ട് തിരികെ വിക്രം വരികയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, നീ വന്നോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം നിന്നെന്തിനാടാ കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ എവിടെയോ മോഷണം നടത്തി, അത് ഞാനും കൂടി ചേർന്നിട്ടാണ് മോഷണം നടത്തിയതെന്ന് ഇവർക്ക് സംശയം, അങ്ങനെ എന്നെ അതിന് കൊണ്ടുപോയതാണ് എന്ന് പറയാണ്. വേറൊരു ജയിലിലായിരുന്നു ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, അതിന് നീ ഇവിടെ ജയിലിൻ്റെ അകത്തല്ലേ ആയിരുന്നത്, പിന്നെ നീ എങ്ങനെയാടാ മോഷണം നടത്തുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പരോളിൽ ഇറങ്ങിയല്ലോ, ആ സമയത്തായിരുന്നു മോഷണം, അപ്പോൾ അവർക്കൊരു സംശയം, അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയത് എന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ പറയാണ്, നീ ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് വിക്രം പറയുന്നുണ്ട്. ഞാനൊരുത്തൻ്റെ തല തല്ലി പൊളിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ആര്, മനുവേട്ടൻ്റെയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ എന്ന് പറയാണ്. അപ്പോൾ പക്ഷേ തലനാരി അഴിക്കാൻ അവൻ രക്ഷപ്പെട്ടടാ, അവന് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്, എന്തായാലും അതുകൊണ്ട് എനിക്ക് ശിക്ഷ കൂടിയിട്ടുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് സാരമില്ല രാഹുലേട്ടാ, എന്തായാലും ചേട്ടന് ശിക്ഷ കൂടിക്കോട്ടെ, പക്ഷേ അവനെ എന്തായാലും വെറുതെ വിട്ടത് മോശമായിപ്പോയി, അവനെ തല്ലി കൊല്ലേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്, ഇനി എന്തായാലും അവൻ ഇങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് അങ്ങനെ
നിൽക്കുകയാണ്. എന്തായാലും സരയുവിന് ഒരുപാട് സന്തോഷമായി കാണൂലേ എന്നിങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ മോള് സന്തോഷത്തിലായിരുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മുടെ കല്യാണിയും കിരണും അതുപോലെ ലക്ഷ്മി അമ്മയും കാർത്തികേയനും സംസാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും തൻ്റെ ആ ഒരു സ്വപ്നത്തെ കുറിച്ചിട്ട് അവൾ അങ്ങനെ കല്യാണി പറയുന്നുണ്ട് കാർത്തികയോടും ലക്ഷ്മി അമ്മയോടും. അപ്പോൾ അത് കേട്ടിട്ടാണ് അവിടേക്ക് കിരൺ വരുന്നത്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്തിനാ കല്യാണി നീ അവരെയും കൂടി പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, മോനെ ഇവളിങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ കാർത്തിക പറയാണ്, അതെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നത് തന്നെയല്ല, ഇവൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമെന്നല്ലേ പറയാറ്. അപ്പോൾ അവിടേക്ക് കാദംബരി, അതെ ശരിയാണ്, ഇവൾ പണ്ടേ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അവൻ തിരികെ ഇനി വരികയില്ല. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ്, മോനെ നീ അവൻ്റെ കൊന്നിട്ടുള്ള അവൻ്റെ ശരീരം ശവമൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. അവൻ അങ്ങനെയുള്ള ഒരുത്തനാണ്. 2 മുറിയാക്കി കഴിഞ്ഞാൽ അവൻ കൂടി മുറി ഒന്നാക്കി തിരികെ വരുന്നവനാണ്. ഇതിനു മുമ്പ് അവനെ കുറേ ആൾക്കാർ ഇതുപോലെ ചേർന്ന് തല്ലി ചതച്ച് മരിച്ചു എന്ന് കരുതി അവർ തിരികെ പോയതാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ മരണത്തിൽ നിന്ന് തിരികെ വരുമ്പോഴാണ് അവരൊക്കെ കാര്യങ്ങൾ അറിയുന്നത്. അത്രയ്ക്ക് ആയുസ്സുള്ളവനാണ് അത്. അപ്പോൾ ലക്ഷ്മിയമ്മ എങ്ങനെ കിരണിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നല്ലൊരു അവസരമാണ് മോൻ പാഴാക്കി കളഞ്ഞത്. കിരണിന് അങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ട് എന്നെ വിളിച്ചാൽ പോരായിരുന്നു, ഞാൻ അവനെ കൊന്ന് ഉറപ്പിക്കായിരുന്നില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല ലക്ഷ്മിയമ്മേ, ഒരിക്കലും അവനിനി തിരികെ വരില്ല. അവൻ മരണപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ ആ ഒരു ഉറപ്പ്, അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിരൺ പറയാണ്, ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല, കാരണം അവൻ മരിച്ചു. അവനെ ആ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ചേർന്നിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴേക്കും ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഇരയാക്കിയിട്ടുണ്ടാവും. അവൻ ഇനി ഒരിക്കലും തിരികെ വരില്ല. ഇവളുടെ സ്വപ്നം വെറുതെയാണ് എന്നിങ്ങനെ പറയാണ്. എന്തായാലും ഇവള് സ്വപ്നം കണ്ട സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പോലീസിനെയും ഫോറസ്റ്റിനെയും ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗം കാണിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹറിനെയും കാണിക്കുന്നുണ്ട്. മനോഹറിനെ ഡോക്ടർ അങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ICUയിൽ നിന്നിട്ട്. അപ്പോൾ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം മനോഹറിനോട് ഡോക്ടർ പറയാണ്, എന്തായാലും തൻ്റെ അസുഖമൊക്കെ കുറേയൊക്കെ ഭേദമായിട്ടുണ്ട്, ഇനിയിപ്പോൾ താൻ ഈ ആശുപത്രിയിൽ തുടരണമെന്നില്ല, എന്തായാലും തന്നെ ജയിലിലോട്ട് മാറ്റാനുള്ള സാഹചര്യം ആ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ചെയ്യാം. താൻ ഇവിടെ കിടക്കുന്നത് അത് അപകടം തന്നെയാണ്, തൻ്റെ ജീവൻ പലപ്പോഴും ഭീഷണിയാണ്, ഞങ്ങൾക്കും കൂടി അതൊരു തലവേദനയാണ്. ഇവിടെ പല സംഭവങ്ങളും നടന്നില്ല, 2 പ്രാവശ്യമാണ് തന്നെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ വന്നത്, അതൊന്നും ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഗുഡ്വില്ലിനെ അത് ബാധിക്കുകയും ചെയ്യും. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ജയിലിൻ്റെ അകത്തുണ്ടാവും. അതുകൊണ്ട് താൻ സമാധാനമായിട്ടിരിക്കും. തനിക്ക് ഇനി എന്തായാലും ജയിൽവാസമൊക്കെ ശിക്ഷയൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ താൻ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ മനോഹറിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെയുള്ളൊരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.